മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ. ചുമ്മാ സട്ടക്കുട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ. ചുമ്മാ സട്ടക്കുട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ നമ്മുടെ സ്വന്തമായിട്ട് പെർഫെക്റ്റ് സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഒട്ടും നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ എപ്പോൾ ഡ്രാഗ് ചെയ്താലും ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആയിരിക്കും റീകോയിൽ. സോ റീകോയിൽ 2 ടൈപ്പ് ഉണ്ട്, അത് രണ്ടും ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വരുന്ന ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ ബോഡിക്ക് സ്റ്റക്കായി നിൽക്കുക നമ്മുടെ എയിം. എത്ര ഡ്രാഗ് ചെയ്താലും എത്ര ഫയർ ചെയ്താലും ബോഡിക്ക് തന്നെ സ്റ്റക്കായി നിൽക്കും. ഇത് റീകോയിൽ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇത് അങ്ങനെയാണ്. സെക്കൻഡ് വരുന്നത് എത്ര ഡ്രാഗ് ചെയ്താലും ബുള്ളറ്റ് ഹെഡിന്റെ മേളിൽ കൂടെ പോകും, അല്ലെങ്കിൽ ഹെഡിന്റെ സൈഡിലോട്ട് വല്ലതും പോകും. അതാണ് സെക്കൻഡ്. ഇതാണ് പ്രോപ്പർ റീകോയിൽ എന്ന് പറയുന്നത്. സോ ഇതിന്റെ റീസൺ എന്താണെന്ന് പറയുകയാണെങ്കിൽ 2 ലോ ആയിരിക്കും സെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ 2 ഹൈ ആയിരിക്കും. ബോഡിക്ക് ലോക്ക് ആവുകയാണെങ്കിൽ 2 ലോയും, ഹെഡിന്റെ മേളിൽ കൂടെ ബുള്ളറ്റ് പോവുകയാണെങ്കിൽ 2 ഹൈയും ആയിരിക്കും നിങ്ങളുടെ സെൻസിറ്റിവിറ്റി. ഇനി 2 ലോ ആയിട്ടുള്ളവർ, അതായത് ബോഡിക്ക് മാത്രം എയിമിൽ ലോക്ക് ആവുന്നവർക്കുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ സെൻസിറ്റിവിറ്റി ഫുൾ 200 തന്നെ ഇടുക. 200 ഇട്ടിട്ട് നിങ്ങൾക്ക് വർക്കാകുന്നുണ്ടെങ്കിൽ DP എന്തായാലും ഇടണം. ബട്ട് ചിലവർക്കുള്ള പ്രശ്നമാണ്, ചില സമയത്ത് മാത്രം ഹെഡ് കയറും, ചില സമയത്ത് ബോഡി ലോക്ക് ആവും, അല്ലെങ്കിൽ റീകോയിൽ ആവുകയാണ്. സോ അവരെ നമുക്ക് മീഡിയം സെൻസിറ്റിവിറ്റി എന്ന് പറയാം. സോ മീഡിയം സെൻസിറ്റിവിറ്റിയും ഹൈ സെൻസിറ്റിവിറ്റിക്കും സെയിം സൊല്യൂഷൻ ആണുള്ളത്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോവുക. ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് ഈ ആദമിൻ്റെ അടുത്ത് വന്നിട്ട് സ്കോപ്പ് ചെയ്യുക. സ്കോപ്പ് ചെയ്തിട്ട് ആ ഡിഫോൾട്ട് ടൈമിൽ വെച്ചിട്ട് തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നിങ്ങൾ സ്വൈപ്പ് ചെയ്യണം. പതുക്കെ സ്വൈപ്പ് ചെയ്യണം. അപ്പോൾ ഓരോ റൊട്ടേഷൻ വരും. ഇപ്പം നടക്കി എയിം വരുന്നവരെ ഒരു റൊട്ടേഷൻ, ആ റൊട്ടേഷൻ അങ്ങനെ ചെയ്ത് 10 വരെ പോകണം. 10 വരെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി പെർഫെക്റ്റ് ആണ്. അല്ലാതെ 12 ആണ്, അല്ലെങ്കിൽ 10 താഴെ 8, 7 ഒക്കെ വരുവാണെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി ലോ ആണ്. 10 മേളിൽ പോയ ഹൈയും 10 താഴെ പോയ ലോയും. 10 അല്ലെങ്കിൽ 11 കീപ്പ് ചെയ്യാൻ വെക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ നിങ്ങൾക്ക് അടുത്ത കണ്ടന്റ് എന്താണ് വേണ്ടതെന്നുള്ളത് കമന്റിൽ പറയുക.